കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ജീവിതത്തിൽ മനുഷ്യന് പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോവുക, നിരാശപ്പെടുക, ദുഃഖത്താൽ ആണ്ടുപോവുക, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല എന്ന് കാണുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ടുള്ളൊരു പ്രവണത ഈ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർക്ക് കണ്ടുവരുന്നുണ്ട്. പക്ഷെ വചനം പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളിലൂടെ നീ കടന്നു പോകേണ്ടതായിട്ട് വരും. പക്ഷെ നീ എന്ത് ചെയ്യണം? സങ്കീർത്തന പുസ്തകത്തിൽ 27-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കാരണം എന്തുകൊണ്ടാണ് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ പറയാൻ കാരണം? വേറൊരാളിലും പ്രത്യാശ അർപ്പിക്കരുത്. സങ്കീർത്തനം 108-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പ്രഭുക്കന്മാരിൽ, സമ്പന്നരിൽ, മനുഷ്യരിൽ നീ പ്രത്യാശ അർപ്പിക്കരുത്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ പറയാൻ കാരണം കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടവനാണ്, പെരുവെള്ളത്തിൽ വഴിയൊരുക്കുന്നവനാണ്, മലവെള്ളം വരുമ്പോൾ പാതയൊരുക്കുന്നവനാണ്, ചെങ്കടലിനെ രണ്ടായി പകുത്തവനാണ്, അവർക്ക് വേണ്ടി സൂര്യനെ മറച്ചു നിർത്തിയതാണ്, അവർക്ക് വേണ്ടി കരിമ്പാറിൽ നിന്ന് ജലം കൊടുത്തതാണ്, മധുരിക്കുന്ന ജലം, അവർക്ക് അധ്വാനിക്കാതെ കാടപ്പക്ഷിയും മന്നായും കൊടുത്തതാണ് 40 വർഷം. അവരുടെ വസ്ത്രം പഴുകാതെ പോയതും ചെരുപ്പ് തയഞ്ഞ് പോകാതിരിക്കാനും കാരണം ഈ കർത്താവാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചാൽ അവൻ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറയുന്നത്. അവൻ്റെ അമ്മായപ്പൻ, ദാവീദിൻ്റെ അമ്മായപ്പൻ സാവൂൾ 3 പ്രാവശ്യം കൊല്ലാനായിട്ട് പരിശ്രമിച്ചു, കുന്തമെറിഞ്ഞു, അവൻ്റെ തോളിലുള്ള വസ്ത്രത്തിൽ കൂടെ തൊട്ട് ചുമരുമേ തറച്ചു. അവനെ രാജകൊട്ടാരത്തിൽ നിന്ന് അന്വേഷിച്ച് കാടും മലയും താണ്ടി ഇറങ്ങിയിട്ടും ഈ ദാവീദ് താമസിക്കുന്ന ഗുഹയിൽ തൻ്റെ അമ്മായിപ്പൻ സാവൂൾ വന്ന് കൊല്ലുവാനായിട്ട് വന്നെങ്കിലും കാണാതെ പോയി. അപ്പം ജീവിതത്തിൽ പ്രത്യാശ അർപ്പിക്കുവൻ എന്ന് പറയുന്നത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നുപോയ ദാവീദാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമായാലും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഒരു കപ്പൽ കടലിൽ എത്ര തിരമാല വന്നാലും ആടി ഉലഞ്ഞാലും അത് വെള്ളത്തിൽ മുങ്ങാതിരിക്കുവാൻ അത് നങ്കുരമിട്ടാൽ അത് സുരക്ഷിതമാണ്. എന്നോട് വചനം പറയുകയാണ്, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഇത് പറയാൻ കാരണം ചിലപ്പോൾ ദുർബലപ്പെടുത്തുന്ന സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിലേക്ക് നോക്കണം, പ്രതിസന്ധികളിലേക്ക് നോക്കരുത്. കണ്ണുനീരുള്ള കണ്ണുകളിലേക്കല്ല, പ്രകാശം പരത്തുന്ന കണ്ണുകളിലേക്ക് നോക്കണം. അന്ധൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കാൻ കഴിവുള്ള കർത്താവുണ്ട്. മരിച്ചവന് ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. അഴുകിപ്പോയവന് പുതുജീവൻ നൽകാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. ജീവിതത്തിൽ നശിച്ചു പോയെന്ന് തോന്നുന്നിടത്ത് പുതിയ ജീവൻ കൊടുക്കാൻ കഴിവുള്ള കർത്താവുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കണം. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കണം. കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അതുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, കാത്തിരിക്കണം. ഒരു 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ഉത്ഥാനമുണ്ടെന്ന് ദുഃഖ വെള്ളിയാഴ്ച നമ്മെ അവിടുന്ന് ഓർമ്മപ്പെടുത്തി. അതാണ് ഈസ്റ്റർ. സങ്കടത്തിൻ്റെ കണ്ണീരിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഉത്തിതനായൊരു കർത്താവുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കാൻ മടിക്കേണ്ട. പ്രത്യാശയോടെ കർത്താവിൽ ധൈര്യത്തോടെ വിശ്വസിച്ച് കാത്തിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആത്മാവിൽ നിറയും ആത്മീയ ഗാനം ആരാധ്യനായി ആലപിക്കാം. ആത്മാവിൽ നിറയും ആത്മീയ ഗാനം ആരാധ്യനായി ആലപിക്കാം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.